പ്രതിപാദിക്കുന്ന വിഷയം വുളൂഇന്റെ സുന്നത്തുകളെ സംബന്ധിച്ചിട്ടാണ്. നാം ദിനേന ചെയ്തു വരുന്ന കർമ്മങ്ങളിൽ ഒരുപാട് സുന്നത്തുകൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അശ്രദ്ധ മൂലമോ അറിവില്ലായ്മ കൊണ്ടോ ബോധപൂർവമോ നാം അത് വിട്ടുകളയുന്നു. വിട്ടുകളഞ്ഞത് കൊണ്ട് നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നാം നഷ്ടപ്പെടുത്തി കളയുന്നു. വുളൂഇന് ഒരുപാട് സുന്നത്തുകളുണ്ട്. പക്ഷേ ആ സുന്നത്തുകൾ നാം ഒരുപക്ഷെ നാം നിർവഹിക്കുന്നുണ്ട്, പക്ഷേ അതിന്റെ പ്രതിഫലം കിട്ടുന്നില്ല. അതിനുള്ള കാരണം ഞാൻ പറയാം ഇവിടെ. അതിന് നമുക്ക് പ്രതിഫലം കിട്ടുന്നില്ല. അതുപോലെ തന്നെ നാം ബോധപൂർവമോ മനഃപൂർവമോ അറിവില്ലായ്മ കൊണ്ടോ അത് നാം വിട്ടുകളയുകയും ചെയ്യുന്നുണ്ട്. സുന്നത്തുകൾ നാം ഫർദിൽ ചെയ്യുന്ന ഫർദിൽ നമുക്ക് വരുന്ന പോരായ്മകൾ, വീഴ്ചകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സുന്നത്തുകൾ ഉപകാരപ്പെടുന്നത്. ഒരു മതിൽ നിങ്ങൾ നോക്കൂ, ഒരു വീട്ടിന്റെ മതിൽ, ആ ചുമരിൽ ഒരു പൊട്ട് വീണ് കഴിഞ്ഞാൽ അതിന് നാം കുട്ടിയിട്ട് നികത്താറുണ്ട്. അതേപോലെ സുന്നത്തുകൾ നമ്മുടെ ഫർദുകളിൽ സംഭവിക്കുന്ന വീഴ്ചകളെ പരിഹരിക്കുന്നു ഈ സുന്നത്തുകൾ. മാത്രമല്ല അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലവും അതിന് ലഭിക്കുന്നു. ആയതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, നാം നിത്യേന ചെയ്യുന്ന പ്രവൃത്തികൾ, കർമ്മങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നിത്യേന നാം ചെയ്തു വരുന്ന ഫർദുകൾ, ഒരുപക്ഷെ ആ സുന്നത്തും അത് നമുക്ക് എടുക്കുന്നുണ്ട്, പക്ഷെ സുന്നത്തിന് പ്രതിഫലം ലഭിക്കുന്നില്ല. അതിനുള്ള കാരണം പറയട്ടെ. ഇവിടെ വുളൂഇന്റെ സുന്നത്തുകൾ അവ കൊണ്ടുവരുന്നതിന്റെ സ്ഥാനം നോക്കിക്കൊണ്ട് 7 വിഭാഗമായി പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിച്ചത് കാണാം. ഒന്നാമതായി മാ യുദ്ലബു ഫീ ബിദാഇഹി, വുളൂഇന്റെ തുടക്കത്തിൽ കൊണ്ടുവരുന്ന കൽപ്പിക്കപ്പെട്ട സുന്നത്തുകളെ കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. വുളൂഇന്റെ ആദ്യ ഘട്ടത്തിൽ ചെയ്യേണ്ട സുന്നത്തുകൾ. ഒന്നാമത്തത് അവന്റെ ഹൃദയം കൊണ്ട് അവൻ കരുതലാണ്. അവന്റെ നാവ് കൊണ്ട് അവൻ പറയുകയും വേണം, വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ആര് ഇങ്ങനെ നിർവഹിക്കുന്ന ആളുണ്ട്? വുളൂഇനെ ഫർദിനെ കുറിച്ചല്ല പറയുന്നത്. ഫർദിന്റെ നിയത്ത് ഇവിടെ മുഖം കഴുകുന്ന സമയത്താണ്, അല്ലെ? അതിനു മുമ്പ് നമ്മൾ നിയത്ത് വെക്കാറുണ്ടോ? ആ നിയത്ത് വെക്കാതെ നമ്മൾ ഔദു ബിസ്മില്ല ഓതുന്നുണ്ട്, അല്ലെ? സുന്നത്ത് എടുക്കുന്നുണ്ട്. പക്ഷെ ആ നിയത്ത് വെക്കാതെ കാരണത്താൽ നമുക്ക് ആ സുന്നത്ത് ലഭിക്കുന്നില്ല, ആ പ്രതിഫലം ലഭിക്കുന്നില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇന്നമൽ അമാലു ബിനിയാത്ത്, തീർച്ചയായിട്ടും അമലുകൾ സഹീഹാകുന്നത്, സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്ത് കൊണ്ടാണ്. നിയ്യത്തില്ലാത്ത അമലുകൾ സ്വീകരിക്കുന്ന അല്ലാഹു സ്വീകരിക്കുന്നുണ്ടെങ്കിൽ സലാത്ത് മാത്രമാണ്. അത് ധാരാളം ഹബീബായ തങ്ങളുടെ പേര് സലാത്ത് ചെയ്യാൻ വേണ്ടി അല്ലാഹു നമുക്ക് നൽകിയ ഔദാര്യമാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും നിയ്യത്ത് അത്യാവശ്യമാണ്. നമ്മൾ ഔദു ബിസ്മില്ല ചൊല്ലുമ്പോ അതിന് വലിയ പ്രതിഫലമുണ്ട്, വലിയ ബർക്കത്തുണ്ട് ബിസ്മിക്ക്. പക്ഷേ നമുക്ക് ആ ബർക്കത്ത് ലഭിക്കുന്നില്ല, അതിന്റെ പ്രതിഫലം ലഭിക്കുന്നില്ല. എന്തുകൊണ്ട്? നാം നിയ്യത്ത് ചെയ്യുന്നില്ല. നിയ്യത്തില്ലാതെ നമ്മൾ നോമ്പോക്കിയാൽ, നിയ്യത്തില്ലാതെ നോമ്പോക്കിയാൽ നമ്മൾ പട്ടിണി നിന്നുകൊണ്ട് വൈകുന്നേരം വരെ പട്ടിണി നിന്നുകൊണ്ട് കാര്യമുണ്ടോ? എന്തുകൊണ്ട് കാര്യമില്ല? കാരണം നിയ്യത്തില്ല. അതുകൊണ്ട് ആദ്യം പ്രാരംഭ ഘട്ടത്തിലുള്ള കാര്യമാണ് പറയുന്നത്. വുളൂഇന്റെ സുന്നത്തിനെ നവൈതു സുനനൽ വുളൂഇ, വുളൂഇന്റെ സുന്നത്തിനെ ഞാൻ നിർവഹിക്കുന്നു, ഞാൻ വീട്ടുന്നു എന്ന് ആദ്യമായി അവർ നിയ്യത്ത് വെക്കലാണ്. രണ്ടാമത്തെ ഔദോദരാണ്. വുളൂ എടുക്കുന്ന സമയത്ത് മുങ്കൈ കഴുകാൻ പോകുന്നതിന് മുമ്പ്, ബിസ്മി ചൊല്ലുന്നതിന് മുമ്പ്
അവൻ ഓതണം. ശരിക്കും കേട്ടോ സഹോദരന്മാരെ, ഇത് നമുക്ക് ഏതെങ്കിലും ഉറൂസിന്റെ അടുത്തോ സമ്മേളനത്തിന്റെ അടുത്തോ ഒന്നും കിട്ടിയെന്ന് വരില്ല. നമ്മുടെ മദ്രസയിൽ നാം പഠിക്കേണ്ട സമയത്ത് നമുക്ക് പഠിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷേ നമ്മൾ അതിങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു പോയതാണ്. ജീവിതത്തിൽ നാം പകർത്തിയിട്ടില്ല, ജീവിതത്തിൽ നാം കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അത് ഓർമ്മ വരുന്നില്ല. നാം അതിൽ അശ്രദ്ധരാണ്, എന്ന് ചൊല്ലലാണ്. എന്തിനാണ് ഔദ് കൊണ്ടുവരുന്നത്? നമ്മൾ ഒരു ഇബാദത്തിലേക്ക് കടക്കുമ്പോ വുളു എന്ന് പറഞ്ഞാൽ വലിയൊരു സ്വാലിഹായ ഒരു കർമ്മമാണ്, ഒരു സൽക്കർമ്മമാണ്, ഒരു ഇബാദത്താണ് വുളു. ആ വുളു നാം ചെയ്യാൻ പോകുമ്പോ നമ്മളെ കൂടെ ആരും പേരും ബാക്കില് പിശാച് പേരും നമ്മളെ പേപ്പിക്കാൻ വേണ്ടി, നമ്മളെ സുന്നത്തുകളെ തെറ്റിക്കാൻ വേണ്ടി. ഇപ്പൊ ഒരിടത്ത് വേണ്ട, ഇടയ്ക്ക് ഫോണ് വരും, അപ്പുറത്ത് ആടെ പോകാനുണ്ട്, പിന്നെ നോക്കാൻ പറഞ്ഞിട്ട് അപ്പൊ ഇടയ്ക്ക് നമ്മൾ വുളു നടത്തിയിട്ട് പോകും. അവിടെ നാം ആദ്യം ചെയ്യേണ്ട പണി ലഹനത്താക്കപ്പെട്ട ഇബീസിനെ അവിടെ നിന്ന് നാം മാറ്റി ഓടിക്കണം സഹോദരന്മാരെ. അതുകൊണ്ട് നിങ്ങൾ ഔദുവദനെ മൂന്നാമത്തെ പ്രാരംഭഘട്ടത്തിലുള്ള സുന്നത്തുകളാ പറഞ്ഞു വരുന്നത്. മൂന്നാമത്തെ തസ്മിയത്തു ബിസ്മി ചൊല്ലലാണ്. നാം എന്തൊരു പ്രാരംഭഘട്ടത്തിലും ബിസ്മി ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്ന് ബിസ്മി ചൊല്ലണം. അഖല്ലു തസ്മിയത്തി, ബിസ്മിയിൽ ഏറ്റവും ചുരുങ്ങിയത് ബിസ്മില്ലാ. നിനക്ക് തിരക്കുണ്ടോ? നീ ബിസ്മില്ലാ എന്ന് പറഞ്ഞോ. ബിസ്മില്ലാ റഹ്മാൻ സമയം ചിലപ്പോ അവിടെ ജമാഅത്ത് കഴിയാനായിട്ടുണ്ടോ, നിസ്കാരം കലാൻ പോകുന്നുണ്ട്, 10 കലാൻ പോകുന്നുണ്ട്. ഞാൻ കുറെ നേരം ബിസ്മില്ലാ റഹ്മാൻ ചൊല്ലിക്കൊണ്ടോണ്ട, അവിടെ നീ ബിസ്മില്ലാ എന്ന് പറഞ്ഞോ. ആ ബിസ്മിയിൽ ഏറ്റവും പരിപൂർണമായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് അതിന്റെ പരിപൂർണ രൂപം. എന്തിനാണ് നാം ബിസ്മി ചൊല്ലുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം, ഇദാ തവല്ലഅത ഫസമ്മില്ലാഹ്, നീ വുളു എടുക്കുകയാണെങ്കിൽ നീ ബിസ്മി ചൊല്ലിക്കോ. കാരണം നമുക്ക് ഹദീസിന്റെ കിതാബുകളിൽ കാണാം, ബിസ്മി ചൊല്ലാതെ ഒരാൾ തുടങ്ങിയതാണെങ്കിൽ, ഒരാൾ ഇന്ന് ബിസ്മി ചൊല്ലാതെയാണ് പ്രവൃത്തികൾ നടത്തിയതെങ്കിൽ അവന്റെ അത് അത് ബർക്കത്തില്ലാത്തതാണ്, അത് ബർക്കത്ത് മുറിഞ്ഞതാണ്, ബർക്കത്ത് തടയപ്പെട്ടതാണ്. നാം എന്തൊരു സ്വാലിഹായ സൽക്കർമ്മങ്ങൾ എടുക്കുമ്പോഴും തുടക്കത്തിൽ ബിസ്മി ചൊല്ലണം. ഇല്ലെങ്കിൽ നമുക്ക് ബർക്കത്തില്ലാതെ ആയി പോകും. എന്ന് പറയട്ടെ സഹോദരന്മാരെ, തസ്മിയത്തോ ബിസ്മി ചൊല്ലല് സുന്നത്താക്കപ്പെടും. ലികുല്ലി അംരിൻ ദീബാലിൻ, ലികുല്ലി അംരിൻ എല്ലാ കാര്യത്തിനും, ദീബാലിൻ ഇസ്ലാം പ്രാധാന്യം കൽപ്പിക്കുന്ന എല്ലാ നല്ല കാര്യമുണ്ടല്ലോ അതിനെല്ലാം ബിസ്മി ചൊല്ലല് സുന്നത്താണ്. അത് ഏതുപോലെ നല്ല കാര്യങ്ങൾ ചില ഉദാഹരണങ്ങൾ ഇവിടെ പറയുകയാണ്. മിൻ തിലാവത്തിൽ ഖുർആനി, ഖുർആൻ ഓതുമ്പോൾ ബിസ്മി ചൊല്ലണം. ഗ്രന്ഥരചന നടത്തുന്ന സമയത്തും ബിസ്മി ചൊല്ലണം. വക്തിഹാരിൻ സുർമ ഇടുന്ന സമയത്തും ചൊല്ലണം. വഅഖിലിൻ തിന്നുമ്പോഴും, വശുർബിൻ കുടിക്കുമ്പോഴും, വഗുസ്ലിൻ കുളിക്കുമ്പോഴും, വതയമ്മുമിൻ തയമ്മും ചെയ്യുമ്പോഴും, വദബിഹിൻ അറക്കുമ്പോഴും, വജിമാഇൻ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുന്ന സമയത്തും ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്തും ബിസ്മി ചൊല്ലണം. വനഹ്വിയ ഇതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ എവിടെയെല്ലാം എന്തെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ബിസ്മി ചൊല്ലല് സുന്നത്താണ്. ഇനി ഒരാൾ ബിസ്മിയെ ഒഴിവാക്കി, അവ്വലൽ ഉളൂഹിന്റെ ആദ്യത്തിൽ ഒഴിവാക്കി, ആദ്യത്തിലല്ല ബിസ്മി അല്ലാണ്ടത്, ഉളൂ എടുക്കാൻ പോകുമ്പോ ആദ്യത്തിൽ ബിസ്മി ചൊല്ലണം. ആ ബിസ്മി അവൻ ഒഴിവാക്കി. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ കുറെ പറഞ്ഞില്ല കാര്യങ്ങൾ, ഖുർആൻ ഓതുമ്പോ അതുപോലെ തന്നെ കർമ്മ ചെയ്യുമ്പോ പല കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഉദാഹരണത്തിന് പറഞ്ഞാണ്, ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അവിടെയെല്ലാം ഈ ബിസ്മിനെ ഒരാൾ മറന്നു, ഒരാൾ ഒഴിവെന്നെങ്കിൽ ബോധപൂർവ്വം ഒഴിവാക്കി, ബിസ്മിയെ മനഃപൂർവ്വം ഒഴിവാക്കി, അല്ലെങ്കിൽ മറന്നിട്ട് അശ്രദ്ധ കൊണ്ട് അറിവില്ലാതെ കൊണ്ട് എങ്ങനെയാണോ അവർക്ക് എന്തായി തുടക്കത്തിൽ ബിസ്മിലെല്ലാം മറന്നു കളഞ്ഞു. എന്നാൽ അതാബിഹ ആ ബിസ്മിയെ അവൻ കൊണ്ടുവരണം. അസ്നാഹു അതിന്റെ മധ്യത്തിൽ. അപ്പൊ ബിസ്മിയെ നാം മറന്നാൽ നമ്മളിപ്പോ അമൽ ചെയ്യുന്നതിന്റെ പകുതിയാണ് നമുക്ക് ഓർമ്മ വന്നത്. അപ്പോ ആ മധ്യത്തിൽ കൊണ്ടുവരണം.
നമുക്ക് ചെറുപ്പത്തിലെ ഉമ്മമാർ പറഞ്ഞു തരുന്നത് കാണാം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി പറഞ്ഞാൽ പറയണം, ഖായിലൻ ബിസ്മില്ലാഹി അവ്വലഹു വആഖിറഹു എന്ന് പറയണമെന്ന് നമുക്ക് ഭക്ഷണത്തിന്റെ സമയത്ത് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ബിസ്മി പറഞ്ഞാൽ അതിൽ നടുക്ക് ബിസ്മില്ലാഹി അവ്വലഹു വആഖിറഹു എന്ന് പറയണം. അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മാത്രമല്ല നാം ഓർമ്മിച്ച് പഠിച്ചു വെക്കേണ്ടത്. നേരെ മറിച്ച് എവിടെയെല്ലാം നാം ബിസ്മി ചൊല്ലൽ നമുക്ക് അനുവദനീയമായിട്ടുണ്ടോ അവിടെയെല്ലാം മധ്യത്തിൽ നാം ബിസ്മില്ലാ ഖായിലൻ അവൻ പറഞ്ഞുകൊള്ളട്ടെ, ബിസ്മില്ലാഹി അവ്വലഹു വആഖിറഹു എന്ന ദിക്ർ അവൻ അവിടെ കൊണ്ടുവരണം. ഇല്ലാ ഫീ നഹ്വി ജിമാഇൻ, നേരത്തെ ഉദാഹരണം പറഞ്ഞില്ല എവിടെ ബിസ്മി ചൊല്ലണമെന്ന്. ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുന്ന സമയത്ത് ഒഴികെ അവിടെ നാം ആദ്യത്തിൽ ബിസ്മി മറന്നാൽ പിന്നെ നമുക്ക് ബന്ധപ്പെടുന്ന സമയത്ത് ഓർമ്മ വന്നത് കൊണ്ട് നാം അവിടെ ബിസ്മി ചൊല്ലാൻ പാടില്ല. മിമ്മാ യുക്റഹു ഫീൽ കലാമു, കൂടുതൽ ഞാൻ വിശകലനത്തിലേക്ക് കടക്കാതെ സുന്നത്തുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാൻ, കാരണം സമയത്തിന്റെ അഭാവം കണക്കിലെടുത്തുകൊണ്ട്. അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് കയറിയിട്ട് ബാത്റൂമിൽ കാരണം ബിസ്മിയുടെ സുന്നത്തില്ലേ, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന ദിക്ർ ചൊല്ലുന്ന സുന്നത്തുണ്ട്. ചില ആൾക്കാരെ കാണാം ബാത്റൂമിലേക്ക് ആ ഡോർ തുറന്നിട്ട് കയറുന്ന സമയത്ത് അതിനുള്ള ചെല്ലിക്കൊണ്ട് കയറും. അത് വലിയ അബദ്ധമാണ്, വലിയ കുറ്റമാണ്. അള്ളാഹുവിന്റെ പേര്, അള്ളാഹുവിന്റെ ഇസ്മ ബഹുമാനിക്കപ്പെടുന്ന പേര് ബാത്റൂമിന്റെ അകത്ത് പറയാനുള്ളതല്ല. അത് പറഞ്ഞത് പുറത്ത് ചെല്ലിക്കാണതിന്റെ ശേഷമാണ് ഇടത്തെ കാൽ വെച്ചിട്ട് ബാത്റൂമിന്റെ ഉള്ളിലേക്ക് കയറേണ്ടത്. അപ്പൊ ഒരാൾക്ക് ബാത്റൂമിൽ ഇരിക്കുന്ന സമയത്താണ് ഇത് ഓർമ്മ വന്നത്, എനിക്ക് ബിസ്മി മറന്നു പോയല്ലോ, മധ്യത്തിൽ ചെല്ലിക്കളയാൻ അവിടെ ചെല്ലാൻ നിൽക്കേണ്ട, കുറ്റമാണ്, അവിടെ ചെല്ലുന്ന സ്ഥലമല്ല എന്ന് പറയട്ടെ. അഷഹാത്താണ് ഇബാദത്ത് തസ്മിയത്തി, ബിസ്മിന്റെ ശേഷം രണ്ട് സഹാത്ത് കലിമ ചൊല്ലലാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ഒന്നെന്ത് നീയത്ത് വെക്കണം. എല്ലാവരും ഇന്നു മുതൽക്ക് ജീവിതത്തിൽ നാം കൊണ്ടുവരണം, പകർത്തണം, മറ്റുള്ളവർക്ക് നാം ഈ സന്ദേശം കൈമാറണം. ആദ്യം ഉളൂവിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സമയത്ത് തന്നെ ഉളൂവിന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കാരണം ഈ മുങ്കൈ കഴുകല്, ചെവി കഴുകല്, ഇതെല്ലാം കടവല്, ഇതെല്ലാം ആൾക്കാർ വിചാരിച്ചു വെച്ചിട്ട് ഇതെല്ലാം പറഞ്ഞു ഇത് ചെയ്തില്ലെങ്കിൽ ഉളൂവാത്തില്ല പുരസ്കാരമില്ല, ഉളൂവില്ല അങ്ങനെ വിചാരിച്ചു വെക്കുന്നത്. അതൊന്നും ഫർദിൽപ്പെട്ടതല്ല, അത് ഉളൂവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ഉളൂവിന്റെ പർദാകാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കത് പറയാം. അത് പറഞ്ഞു മഞ്ജുസ്ഥാനികളൊക്കെ പറഞ്ഞതാണ് പർദാകാര്യം. അത് ആ സമയത്ത് പറയാം. ഏതായാലും അഷഹാദത്താനി ഇബാദത്ത് തസ്മിയത്തി. അപ്പൊ ഒന്നാമത്തെ നിയത്ത്, രണ്ടാമത്തെ ഔദോദല്, മൂന്നാമത്തെ ബിസ്മി, നാലാമത്തത് അഷഹാദത്താനി ഇബാദത്ത് തസ്മിയത്തി. ബിസ്മിക്ക് ശേഷം രണ്ട് സഹാത്ത് കലിമ ചൊല്ലലാണ്. ഏതാണ് ആ സഹാത്ത് കലിമ? എല്ലാവർക്കും അറിയാലോ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന ദിക്ർ ചൊല്ലലാണ്. അഞ്ചാമത്തത് അൽഹംദു ബഅദ ഷഹാദത്തൈനി. ഈ രണ്ട് സഹാത്ത് കലിമ ഇപ്പൊ ചൊല്ലിയില്ലേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു ഷഹാദത്ത്, അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഈ രണ്ട് സഹാത്ത് കലിമ ചൊല്ലിയതിനു ശേഷം രണ്ട് സഹാത്ത് കലിമയ്ക്ക് ശേഷം ഹംദ് ചൊല്ലലാണ്. എവിടെയാണ് നമ്മൾ ഹംദ് ചൊല്ലുന്നത്? വയഖൂല, അവൻ പറയണം അൽഹംദുലില്ലാഹി ലദീ ജഅലൽ മാ തൗറാ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹുവാണ്, ജഅലൽ മാ തൗറാ, വെള്ളത്തിനെ അവൻ ശുദ്ധീകരിക്കാൻ പറ്റുന്നതാക്കിയിരിക്കുന്നു. നിങ്ങൾ നോക്കൂ, നമ്മൾ വിചാരിക്കുന്നതിന് അവിടെ അള്ളാഹ് അവിടെ ശുദ്ധിക്കാൻ വന്നത് വെള്ളം എല്ലായിടത്തും നമുക്ക് ശുദ്ധിയുള്ള വെള്ളം കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് നോക്കൂ, യൂട്യൂബിൽ അടിച്ചു നോക്കൂ, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്ന ജനങ്ങളെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. മ്ലേച്ഛമായ പച്ച വേസ്റ്റ് വെള്ളത്തിലാണ് അവർ കുളിക്കുന്നതും വസ്ത്രങ്ങളെ ധരിക്കുന്നതും വസ്ത്രങ്ങൾ അലക്കുന്നതും അതുപോലെ തന്നെ കഴുകുന്നതെല്ലാം വൃത്തിഹീനമായ ആ മ്ലേച്ഛമായ ആ വെള്ളത്തിലാണ് സഹോദരന്മാരെ. അപ്പോൾ നമുക്ക് അല്ലാഹു തഹൂറായ ശുദ്ധിയുള്ള, തഹൂർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും. അപ്പോ ആ തഹൂറായ വെള്ളം അല്ലാഹു നമുക്ക് ശുദ്ധീകരിക്കുന്നതാക്കി തന്നു. ആ അല്ലാഹുവിനെ നാം സ്തുതിക്കണം. അതുപോലെ തന്നെ ആറാമത്തെ ഗസ്ലുൽ കഫൈനി മഅൻ, രണ്ട് മുങ്കൈ കഴുകലാണ്. മാൻ, ഒപ്പം ഒന്നിച്ച് കഴുകാണ്. ഇങ്ങനെ കഴിയാനും ഓരോ കൈ കഴിയാനും സുന്നത്ത് കിട്ടും, അല്ല സുന്നത്ത് കിട്ടും. പക്ഷെ ഒപ്പം കഴുകുന്നതിനാണ് രണ്ട് മുങ്കയും ഒന്നിച്ച് കഴുകണം. അൽ ഖുഐനി, ഇങ്ങനെ കഴിക്കാനും ശരിയാവും. പക്ഷെ എന്തില്ല, സുന്നത്ത് കിട്ടണമെങ്കിൽ ഗസ്ലുൽ കഫൈനി മഅൻ, ഒന്നിച്ച് രണ്ട് മുങ്കയും ഒന്നിച്ച് കഴുകണം. അൽ ഖുഐനി, രണ്ട് മണിബന്ധത്തോട് കൂടെ എന്ന് പറയട്ടെ. സഹോദരന്മാരെ, യുക്റഹു ഖംസുഹുമാ, ആ കൈ അവൽ മുക്കൽ കറാത്താണ്. ഫിൽമായി, വെള്ളത്തില്
കബല തസ്ലീമ സലാത്ത് 3 പ്രാവശ്യം കഴുകുന്നതിന് മുമ്പ് ഇല്ലം യതയക്കൻ തുഹുറുമ അവന്റെ 2 കൈയിന്റെയും ശുദ്ധി അവൻ ഉറപ്പായിട്ടില്ലെങ്കിൽ, അതായത് ഇപ്പൊ പറയുന്നത് നമ്മള് കൈ കൊണ്ടിട്ട് ഒതു അവരേക്ക് മുക്കുന്ന, അല്ലെങ്കിൽ കൈ കൊണ്ട് ഒതു എടുക്കും. നമ്മളെ കയ്യിൽ ശുദ്ധി ഉണ്ടെന്ന് ഉറപ്പായെങ്കിൽ മാത്രമാണ് പോയിട്ട് 3 പ്രാവശ്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നരിസോ വേസ്റ്റോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോയി അതിനെ കഴുകണം. അതിന് ഉദൂല് കഴുകലല്ല, മനസ്സിലായില്ലേ? നമ്മളതിന് ഉദൂലിനെ കഴുകലല്ല, ഇവിടെ പൈപ്പിട്ടല്ല ഇരുന്ന് കഴുകലല്ല. നമ്മുടെ കയ്യിൽ കച്ചറ ഉണ്ടെങ്കിൽ ആദ്യം അത് കഴുകി ശുദ്ധിയാക്കിയതിന് ശേഷമാണ് എന്താക്കേണ്ടത്, വെള്ളം മുക്കേണ്ടതാണ് രാത്രി എന്ന് പറഞ്ഞത്. 7ാമത്തെ ഒരുപാട് സുന്നത്തുകൾ പറയുന്നുണ്ട്. 7ാമത്തെ സുന്നത്ത് അസിവാക്കു മിസ്വാക്ക് ചെയ്യലാണ്. സഹോദരന്മാരെ, മിസ്വാക്ക് ചെയ്യൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. അതിന്റെ പ്രതിഫലം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിസ്കാരത്തിലും ഒന്നുവിലും മിസ്വാക്ക് ഒഴിവാക്കൂല. കാരണം അതിന്റെ പ്രതിഫലം അത്രയും വലുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അസിവാക്കു മദ്റത്തുൽ ലിൽ ഫമി മർദാത്തുൽ ലിറബ്ബി. മിസ്വാക്ക് ചെയ്യൽ അത് വായെ ശുദ്ധിയാക്കുന്നതാണ്, മാത്രമല്ല മർദാത്തുൽ ലിറബ്ബി, റബ്ബിന്റെ അടുക്കൽ വലിയ തൃപ്തിയുള്ള കാര്യം കൂടിയാണ്. അള്ളാഹുവിനിക്ക് മിസ്വാക്ക് ചെയ്യുന്നവരെ വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് നാം മിസ്വാക്ക് ചെയ്യണം. മാത്രമല്ല അതിന്റെ പ്രതിഫലം പറയട്ടെ, വലൗലാ അന ശുക്ക അലാ ഉമ്മത്തി, റസൂലുള്ളാഹി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വലൗലാ അന ശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസിവാക് ഇൻദ കുല്ലി വുദൂ. എന്റെ സമുദായത്തിന്റെ മേൽ ഞാൻ ബുദ്ധിമുട്ട് ഭയപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ, എന്റെ ഉമ്മത്തീങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ലഅമർതുഹും ഞാൻ അവരോട് കൽപ്പിക്കട്ടിയായിരുന്നു ബിസിവാക്, മിസ്വാക്ക് കൊണ്ട്, ഇൻദ കുല്ലി വുദൂഇൻ എല്ലാ വുദൂഇന്റെ ശേഷം എന്ന് പറഞ്ഞെടുത്ത് പണ്ഡിതന്മാരുടെ വിശദീകരിച്ചത് കാണാം. ഐ അംറുൻ വുജൂബിൻ, നിർബന്ധമായിട്ട് കൽപ്പിക്കട്ടിയായിരുന്നു. അപ്പൊ അതിന്റെ പൗരത്തിന് നിങ്ങൾ അതിന്റെ പ്രതിഫലത്തിൽ എത്ര എന്ന്, അതിന്റെ മഹത്വം എത്രയെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്റെ ഉമ്മത്തീങ്ങൾക്ക് അത് പ്രയാസമാകുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ എന്താക്കട്ടെ നിർബന്ധമാക്കാത്തത്. മാത്രമല്ല വേറെ ഹദീസിൽ കാണാം, വലൗലാ നശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസിവാക് ഇൻദ കുല്ലി സ്വലാത്തിൻ, എന്റെ ഉമ്മത്തീങ്ങളുടെ മേൽ ഞാൻ ബുദ്ധിമുട്ടാവുമെന്ന് ഞാൻ പേടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവർക്ക് എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും മിസ്വാക്ക് നിർബന്ധമാക്കട്ടിയായിരുന്നു. നിസ്കാരത്തിനും നിസ്കരിക്കുന്ന സമയത്തും മിസ്വാക്ക് ചെയ്യണം. ഉദു എടുക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യുന്നത്. നിസ്കാരത്തിലുണ്ടോ മിസ്വാക്ക്? അവിടെ വന്നിട്ട് പ്രശ്നത്തിൽ വന്നേക്കാം. അവിടെ തേക്കറുണ്ടോ മിസ്വാക്ക്? നിസ്കരിക്കുന്ന സമയത്ത് ആരെങ്കിലും മിസ്വാക്ക് ചെയ്യാറുണ്ടോ? നിസ്കരിക്കുന്ന സമയത്ത് ഉണ്ടല്ലോ. വളരെ ചുരുങ്ങിയ പേരാണ്. പക്ഷെ അതിന്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞെങ്കിൽ നാളെ മുതൽക്ക് നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. എന്താണ് അതിന്റെ പ്രതിഫലം നിങ്ങൾക്കറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റകഅതാനി ബിസിവാകിൻ അഫ്ളു മിൻ 70 റകഅ. മിസ്വാക്ക് കൊണ്ടുള്ള 2 റകഅത്ത് നിസ്കാരം അഫ്ളലുൻ ഏറ്റവും ശ്രേഷ്ഠമായതാണ്, മിൻ 70 റകഅത്തൻ ബിലാ സിവാക്. മിസ്വാക്ക് കൂടാണ്ടുള്ള 70 റകഅത്ത് നിസ്കാരത്തെക്കാളും മിസ്വാക്കോട് കൂടെയുള്ള 2 റകഅത്ത് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അപ്പൊ എങ്ങനെയാണ് മിസ്വാക്ക് ചെയ്യുന്നത്? നിസ്കാര സമയത്ത് മിസ്വാക്ക് ചെയ്യുന്നത് എങ്ങനെ? നമ്മള് അറാക്കുണ്ടല്ലേ, അറാക്ക് എടുക്കണം. ചില ആൾക്കാരുണ്ട് അറാക്ക് വലിയ ഇതൊക്കെ ഉണ്ടല്ലേ, കൊമ്പോടുന്ന പാകിസ്ഥാനിലൊക്കെ കൊണ്ടുവന്ന് കാണാം, അത്തുനാൾ പൊടിച്ച് പോയി. അപ്പോ ഒരു ചാൻ എന്താ പറയുന്നില്ല, പണ്ഡിതന്മാരെല്ലാം വിശദീകരിച്ച് പറഞ്ഞത് കാണാം. ഒരു കൈന്റെ ഒരു ചാനത്തിലുള്ള മിസ്വാക്കാണ് വേണ്ടത്. അത് അറാക്ക്. നമ്മൾ നിസ്കാരത്തില് നിയത്ത് വെക്കാൻ, നിസ്കാരത്തിൽ പ്രവേശിക്കാൻ സമയത്ത്, നിസ്കാരത്തിൽ നിൽക്കുന്ന സമയത്ത്, സഫർ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്താക്കണം? സുന്നത്ത് ലഭിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം പലരും തെറ്റി വൃത്തിയാക്കി വന്നാലേ ഒന്നും സമയത്ത് പിന്നെ പള്ളിയിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് സുന്നത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കേണ്ടത്? പള്ളിയിലേക്ക് കൊലത്തെ ഭാഗത്തേക്കിട, പിന്നെ കിടത്തെ ഭാഗം അങ്ങനെ സൈഡ് വിട്ടാൽ നമുക്ക് ആ സുന്നത്ത് എങ്ങനെ കിട്ടി? അത് ചെയ്യാത്ത 70 റകഅത്ത് നിസ്കരിക്കുന്നതിനേക്കാളും അത് ചെയ്തിട്ട് 2 റകഅത്ത് നിസ്കരിക്കുന്നത് കിട്ടി. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇനി പറയട്ടെ, ഫസിവാക്കും മിസ്വാക്ക് ചെയ്യല് മുസ്തഹബുൻ സുന്നത്താക്കപ്പെടും ഫി ജമീൽ ഔഖാതി.
എല്ലാ വക്തുകളിലും മിസ്വാക്ക് ചെല്ലൽ സുന്നത്താണ്. ഞാൻ അത് നോക്കിയിട്ട് അപ്പോൾ വിസ്വാക്ക് ചെയ്യൽ മുസ്തഹബുൻ സുന്നത്താക്കപ്പെടും ജമീൽ ഔഖാത്തി മുഴുവൻ സമയങ്ങളിലും ഇല്ലാ ലിസ്വായിമിൻ നോമ്പുകാരനിക്ക് ഒഴികെ ബഅദ സവാലി ഉച്ചക്ക് ശേഷം നോമ്പുകാരനിക്ക് വിസ്വാക്ക് ചെയ്യൽ സുന്നത്തില്ല. വൈക്റഹു അന്നേരം അവർക്ക് വിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. ഇല്ലം യതഗയ്യർ ഫമുഹു അവന്റെ വായ പകർച്ചയായിട്ടില്ലെങ്കിൽ, വായ പകർച്ചയായെങ്കിൽ കറാഹത്തില്ല, അത് അവൻ ചെയ്യണം. എങ്ങനെ ബിനഹവി നൗമിൻ, അത് അവൻ ഉറങ്ങൽ പോലെ ഒത്തുകൊണ്ട് ഉറങ്ങിയിട്ട് ഒതലോക്കിയിട്ടാണ് വന്നത്, അങ്ങനെ ഒതലോക്കിയിട്ട് നാട്ടിച്ചിട്ടാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ട. അവിടെ അവൻ വിസ്വാക്ക് ചെയ്യണം. അവിടെ നോമ്പ് എന്ന് പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം സുന്നത്തില്ല എന്ന് പറഞ്ഞിട്ട് കറാത്താന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താക്കണ്ട, വിസ്വാക്ക് ചെയ്യാതിരിക്കണ്ട, അവിടെ ചെയ്യണം. പക്ഷെ വിസ്വാക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞെന്താണ്, നോമ്പുകാരനിക്ക് അവന് ഉച്ചയ്ക്ക് ശേഷം അവന്റെ നോമ്പുകാരനായത് കൊണ്ട് അവന്റെ വായിക്ക് നല്ലൊരു വാസനുണ്ട്. അത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയൊരു സുഗന്ധമുള്ളതാണ്, വലിയ പ്രതിഫലമുള്ളതാണ്. അതിന് നിങ്ങൾ എന്താക്കണ്ട, കളയാൻ നിൽക്കണ്ട. പക്ഷെ വായു പകർച്ചയായിട്ടുണ്ടെങ്കിൽ എന്താക്കണം, നിങ്ങളത് കഴുകണം. മറ്റൊരാളെ വിസ്വാക്ക് കൊണ്ടും കറാത്തല്ല. പിന്നെ ഒരാളെ വിസ്വാക്ക് എടുത്ത് തേക്കല് അവിടെ കറാത്തലമായി അഹമ്മോ, അപ്പോൾ അവിടെ ഹറാമാണ്. ഇല്ലു അവന്റെ തൃപ്തി അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് പ്രശ്നമില്ല. അവർ വലിയ ചട്ടി ദോസ്തിയാണ് രണ്ടാളും, ഓന്റെ എടുത്തോണ്ട് കൊടുത്ത അങ്ങനെയുള്ള സംഭവമാണ്. അവിടെ എന്തില്ല, ഹറാമില്ല. അലിമ എന്നെ അവർക്ക് തൃപ്തി അറിഞ്ഞു, തൃപ്തി ഉണ്ടെന്ന് മനസ്സിലാക്കി. പണ്ഡിതന്മാർ പറയുന്നു അത് നല്ലതിനെതിരാണ്, ഉത്തമമല്ല. ഇല്ലാനി തബറുക്കിൻ, ഏതൊരു പണ്ഡിതന്റെ പ്രശ്നമാണ്, ആ പണ്ഡിതർക്ക് പ്രശ്നമില്ല, അല്ല സയ്യിദിന് പ്രശ്നമില്ല, ആ അവരുടെ റിവാന്റെ തൃപ്തിയുണ്ട്. എന്നാൽ വർക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒഴികെ വർക്കത്തെടുക്കാൻ അതിന് കുഴപ്പമില്ല. അവന്റെ വായിലുണ്ടായാലൊഴികെ നജസുൻ, അവന്റെ വായിലുണ്ടായാലൊഴികെ നജസുൻ, നജസുണ്ടായാലൊഴികെ ഔലിയും കരിയും മൂതിയും ഇടഞ്ഞാലാക്കുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന നാട്ടിക്കുന്ന നജസ് അന്നേരം നിർബന്ധമാണ്. നീക്കം നിർബന്ധമാണ്. നമുക്ക് നല്ല സമയത്തിൽ വിശദമായി ചർച്ച ചെയ്യാം കർമ്മശാസ്ത്രങ്ങൾ, സംശയത്തിന്റെ മറുപടികളെല്ലാം നമുക്ക് നമുക്ക് ഇവിടെ തന്നെ തീർക്കേണ്ടതുണ്ട്. ഇന്ന് റിഫായ് മൗലിദായതുകൊണ്ട് നമുക്ക് എന്തില്ല, ഇവിടെ സമയം അതിന് പരിമിതമായിട്ടില്ല, സമയം നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമുക്ക്